അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനാകുന്ന ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹു ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് വരികൾ മാത്രം നിങ്ങളിലേക്ക് ഓതി കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. നാഥൻ തുണക്കുമാറാകട്ടെ. ളലംതു സുന്നത മൻ അഹ്യ ളലാമ ഇലാ അനിഷ്തകത് ഖദമാ الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുപാദങ്ങൾ നീരു വരുവോളം നീണ്ട നമസ്കാരമാണ്. ആ നമസ്കാരത്തിൻ്റെ ദൈർഘ്യതയെ നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും. ഒരു റക്അത്തിൽ തന്നെ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും സൂറത്തുൽ നിസാ ഒക്കെ ഓതുന്ന ദീർഘമായ നൃത്തമാണ്. നമ്മെക്കൊണ്ട് ചിന്തിക്കാനേ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു നൃത്തം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട രൂപത്തിൽ നിസ്കരിക്കാൻ പറയണം. മുത്തനബി ഉമ്മത്തിനോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ച് നിസ്കരിക്കുക, നിങ്ങൾ ഫർഫുഖ്, നിങ്ങൾ എന്ത് ചെയ്യണം, നഫ്സുക മതുയ്യതുക ഫർഫുഖ് ബിഹ, നിങ്ങൾ നിങ്ങളുടെ ശരീരം വാഹനമാണ് എന്നും ആ വാഹനത്തെ നിങ്ങൾ വേണ്ടതുപോലെ പരിഗണിച്ച് അതിനോട് മയം ഉള്ള രൂപത്തിൽ വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾ വർത്തിക്കണമെന്നു പഠിപ്പിച്ച മുത്തുനബിയുടെ ജീവിതം നീണ്ട നമസ്കാരങ്ങൾ കൊണ്ട് അവിടുത്തെ കാലിൽ നീര് വരുവോളം അവിടെ നിസ്കരിക്കാം. ആ സംഭവത്തെ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അങ്ങനെ നിന്ന് നിസ്കരിക്കും. ഏതുവരെ? അവിടുത്തെ രണ്ടു കാൽപാദങ്ങളും നീര് വന്ന് വീർക്കുന്നതുവരെ. നബിയോട് ചോദിക്കപ്പെട്ടു, അതതകല്ലഫു ഹാദാ, ഇത് വലിയ പ്രയാസമല്ലേ അവിടുന്ന് എന്ന് ചോദിച്ചപ്പോൾ, വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ഈ ചോദ്യം അവിടുത്തെ പ്രിയ പത്നിയാകുന്ന ആയിഷ ബീവിയാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അങ്ങെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ഹബീബായ തങ്ങളെ? വഖദ് ഗഫറല്ലാഹു ലക മിൻ ദംബിക മാ തഖദ്ദമ മിൻ ദംബിക, അങ്ങയുടെ ജീവിതത്തിൽ തെറ്റ് എന്ന് പറയാവുന്ന വല്ല ഒന്നും ഇല്ല, എങ്കിലും അതിനുണ്ടാകുമായിരുന്നെങ്കിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് മുന്നിലുള്ളതും അങ്ങയുടെ ജീവിതത്തിൻ്റെ ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങളും ഇനി ശേഷമുള്ള ഭാഗവും പൂർണ്ണമായും പാപസുരക്ഷിതരല്ലയോ അങ്ങുന്ന് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ എന്തല്ല, അങ്ങ് പണ്ട് ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ തെറ്റ് എന്നല്ല. ഇതൊരു പ്രയോഗമാണ്. ഇറ്റ്സ് എ ഫ്രൈസ് എന്നാണ് ഉസ്താദ്മാർ പറയാറുള്ളത്. അതായത് അങ്ങയുടെ ജീവിതം പൂർണ്ണമായും പാപസുരക്ഷിതമാണ്, അങ്ങ് മഅസൂമാണ്, തെറ്റ് അങ്ങയുടെ ചെറിയതോ വലുതോ ഒന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള അങ്ങെന്തിനിങ്ങനെ കഷ്ടപ്പെടണം എന്ന പ്രിയ പത്നിയുടെ ചോദ്യത്തിൻ്റെ മറുപടി, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, എനിക്കെത്രയോ അനുഗ്രഹം റബ്ബ് ചെയ്തു തന്നിട്ട് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ് ലോകൈക ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം എന്നുള്ളതാണ്. ഹബീബായ തങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്, ആ നിസ്കാരം മുഴുവനും അങ്ങനെയാണ്. അവിടുത്തെ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് മഹാനാകുന്ന ഇബ്നു ഹജർ തങ്ങൾ അൽ ഉംദ ഫി ശറഹിൽ ബുർദ എന്ന അവിടുത്തെ ഖസീദത്തുൽ ബുർദയുടെ ഷറഹിൽ പറയുന്നുണ്ട്, ഇന്നമാ റബത്തൽ ഹിജാറത അലാ ബത്നി, അവിടുത്തെ പുണ്യമാക്കപ്പെടുന്ന ഉദരത്തിനുമേൽ വയറിനുമേൽ അവിടുന്ന് കല്ലിനെ ബന്ധിച്ചിരുന്നു എന്നാണ്. ഇൻദ ശിദ്ദത്തിൽ മജാഅ, വിശപ്പ് അസഹ്യമായതിനെ തുടർന്ന്, ലിഅന്നൽ മഇദത ശദീദത്തുൽ ഹറാറ, ഈ ആമാശയം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് അതിനോട് അങ്ങനെ തൊട്ടിയും ഉരുമിയൊക്കെ ആയിട്ട് അത് അങ്ങനെ പോകുമെന്നും, ഭക്ഷണം ഇല്ലെങ്കിൽ ശരീരം തണുപ്പിലേക്ക് പോകും. തീരെ ഇല്ലാത്ത അവസ്ഥയും പറ്റൂല, അമിതമായ ഭോജനവും പ്രശ്നമാണ്, തീരെ കഴിക്കാതിരിക്കലും കുഴപ്പമാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. തീരെ കഴിക്കാതിരുന്നാൽ പൊതുവേ ചൂട് എന്ന പ്രകൃതമുള്ള ആമാശയത്തിന് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതിനൊരു കുഴപ്പം വരും, അത് തണുപ്പിലേക്ക് പോകാനും പാടില്ല. അതേസമയം അമിതമായ ഓവർ ഹീറ്റ് കൊടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ഭക്ഷണശൈലി അത്രയും ശരിയല്ല. ഏതായാലും അങ്ങനെ ആ ഒരു തണുപ്പിലേക്ക് ആമാശയം അങ്ങനെ റിവേഴ്സ് വരുമ്പോൾ നല്ല വേദന അത് കാരണമായി ഉണ്ടാകും, വയറുവേദന സംഭവിക്കും, ശക്തമായ വിശപ്പുണ്ടാകുമ്പോൾ. അതൊരു തരത്തിലുള്ള സിഗ്നലാണ്, ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണല്ലോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കല്ല് കൊണ്ടുപോയി അങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ അതിലൊരു വെയിറ്റ് കിട്ടിക്കൊണ്ട് അവിടെ ചെറിയ രൂപത്തിൽ ഒരു ചൂട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ്. ഇത് അതിനോട് തട്ടി അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം വേദന കുറവുള്ളതായി നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ ശക്തമായ വിശപ്പും നീണ്ട നിസ്കാരവും സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസാൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ നോമ്പിനെ ജനങ്ങളൊന്നും നോക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബ ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലെ, ഇന്നക്ക തുവാസിലു, അങ്ങ് വിസാൽ എന്ന് പറയുന്ന നോമ്പ് ഞങ്ങളോട് നോക്കണ്ടാന്നും അങ്ങ് നോക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്,
ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളല്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളേ അല്ല. മുത്തുനബി സാധാരണക്കാരനാണെന്ന് പറയുന്ന എത്രയോ അവാന്തര വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരൊക്കെ കേൾക്കേണ്ട പഠിക്കേണ്ട ഒരു ഹദീസാണ് ആ ഹദീസ് എന്നുള്ളത്. ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. മുത്തുനബി മനുഷ്യപ്രകൃതമാണ് എന്നു മാത്രം. അതെന്തിനു വേണ്ടി? കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും മലക്ക് അല്ല, അള്ളാഹുവിൻ്റെ മകൻ അല്ല, ദൈവമല്ല, ദൈവാവതാരമല്ല. അങ്ങനെ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഈ വലിയ അമാനുഷികത കാണുമ്പോൾ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നതായി നിങ്ങൾ കാണുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിക്കുമ്പോൾ, എൻ്റെ ഭംഗി നിങ്ങൾക്ക് വലിയ അത്ഭുതം ഉളവാക്കുമ്പോൾ, നിങ്ങൾ ഒരു പക്ഷേ എന്നെ നാഥനാക്കും. അങ്ങനെ ആക്കരുത്. ഞാനും നിങ്ങളൊക്കെ മനുഷ്യരായതുപോലെ മനുഷ്യപ്രകൃതമാണ് എന്നതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് എന്നല്ല. നിങ്ങളും മനുഷ്യരായതുപോലെ ഞാനും ഒരു മനുഷ്യപ്രകൃതത്തിൽ ആണ് എന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. എന്നെ നിങ്ങൾ ഇലാഹാക്കരുത്. ഹബീബായ തങ്ങളുടെ ദുആ തന്നെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്. ഒരിക്കലും മറ്റുള്ള മതക്കാരൊക്കെ അവരുടെ പ്രവാചകന്മാരെ മോശമായ ആ പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കാത്ത ആശയങ്ങൾ പിൽക്കാലത്ത് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ അവരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ആക്കരുത്. അതിനാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ വിഷയം അതല്ല. ഹബീബായ തങ്ങൾ വിസ്വാൽ എന്ന് പറയുന്ന നോമ്പ് മുറിക്കൂല എന്നർത്ഥം. നോമ്പ് മഗ്‌രിബിന് പൊതുവെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് വീണ്ടും നോമ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് വിസ്വാൽ എന്ന് പറയുക. അങ്ങനെ നോമ്പായിക്കൊണ്ടും ശക്തമായ വിശപ്പിലായിക്കൊണ്ടും എത്രയോ ദിവസങ്ങൾ ആലുബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുപ്പിലൊന്നും പുകയാറില്ല എന്ന് പ്രിയപത്നി ആയിഷ ബീവി ഉദ്ധരിക്കുന്ന എത്ര ഹദീസുകളുണ്ട്. ഇങ്ങനെ ധാരാളം കഷ്ടപ്പാടോടുകൂടെ കഷ്ടപ്പാടുകൾ ഹബീബായ തങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഖന്തക്ക് കിടങ്ങു കുടിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ അവിടുത്തെ വയറിൽ കെട്ടിവെച്ചതായിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ശക്തമായ വിശപ്പും സ്ഥിരമായ നോമ്പും. അതേസമയം ഉമ്മത്തിങ്ങളോട് പറഞ്ഞ് ദാവൂദ് നബി നോമ്പ് നോക്കുന്നത് പോലെ നിങ്ങൾ നോമ്പ് നോക്കണം. ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പെടുക്കാതെ വീണ്ടും നോമ്പെടുത്ത്. ഹബീബായ തങ്ങൾ തന്നെ ഒരു ടീം വന്നിട്ട് വലിയ ആവേശ കമ്മിറ്റി ആയിക്കൊണ്ട് മുത്തുനബിയോട് പറയുന്നില്ലേ, ഞാനിനി ഞങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്കൊന്നും ഇനി പോകില്ല, ഫുള്ള് ദിവസവും നോമ്പാണ്, ഇനി ഫുള്ള് രാത്രിയും ഉറക്കില്ലാതെ നിസ്കാരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോട് ഹബീബായ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിസ്കരിക്കണം, ഉറങ്ങണം, നോമ്പെടുക്കണം, നോമ്പ് നോക്കാതിരിക്കണം, ഭാര്യമാരോട് കൂടെ പോകണം എന്നാണ് അവരോടൊക്കെ പറഞ്ഞത്. ആ തങ്ങളുടെ ജീവിതം പൂർണ്ണമായും സുഹൃദാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും മുത്തുനബിക്ക് കിട്ടായിട്ടല്ലേ. അങ്ങനെ ആരും ചിന്തിക്കരുത് എന്നതിനാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത ബൈത്ത് കൊണ്ടുവരുന്നത്. വറാബദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന സംഭവം, ഇന്നല്ലാഹ യഖൂലു ലക അതുഹിബ്ബു അൻ അജ്അല ലക ഹാദിഹിൽ ജിബാല ദഹബാ വതകൂന മഅക ഹൈതുമാ കുൻത്. ഓ ഹബീബായ തങ്ങളെ, അള്ളാഹു അങ്ങയോട് പറയുന്നുണ്ട്, ഈ കാണുന്ന പർവ്വതത്തെ സ്വർണ്ണമാക്കാൻ അങ്ങ് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിൽ നിന്നെടുത്ത് അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ജീവിക്കാൻ അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അതാകാം കേട്ടോ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ ഹബീബായ തങ്ങൾ കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. മുഅ്മിനീങ്ങളെ, ഇന്ന ദുനിയാ ദാറു മൻ ലാ ദാറ ലഹ് വമാലു മൻ ലാ മാല ലഹ് വഖദ് യജ്മഉഹുമാ മൻ ലാ അഖ്ല ലഹ്. എന്താണ് പറയുന്ന രൂപം തന്നെ ജവാമിഉൽ കലിമാണ്, സാഹിത്യ ഭാഷണമാണ്. യാ ജിബ്രീൽ, ഓ ജിബ്രീൽ എന്നവരെ അലൈഹിസ്സലാം, ഇന്ന ദുനിയ, തീർച്ചയായും ഈ ദുനിയാവ് എന്ന് പറയുന്നത് ദാറു മൻ ലാ ദാറ ലഹ്, വീടില്ലാത്തവൻ്റെ നാടാണ്, വീടില്ലാത്തവൻ്റെ വീടാണ്. ആഖിറത്തിൽ റിസർവ്ഡ് സീറ്റുള്ളവർക്ക് ഇവിടെ വീട് വേണ്ട. വമാലു മൻ ലാ മാല ലഹ്, സമ്പത്ത് എന്ന് പറയുന്നതൊക്കെ ഇവിടെ ഒരു സമ്പത്തും പ്രത്യേകിച്ച് ഇനി ആഖിറത്തിൽ ഇല്ലാത്തവർക്കുള്ള സമ്പത്താണ്. വഖദ് യജ്മഉഹുമാ, ഈ ദുനിയാവിൻ്റെ വീടും ഈ ദുനിയാവിൻ്റെ സമ്പത്തും ഒരുമിച്ച് കൂട്ടുന്നത് മൻ ലാ അഖ്ല ലഹ്, ബുദ്ധി ഇല്ലാത്തവനാണ്. യാ അല്ലാഹ്, അപ്പോൾ ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, സബ്ബതക അല്ലാഹു ബിൽ ഹഖ് സാബിത് യാ മുഹമ്മദ്. മറ്റൊരു റിപ്പോർട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും ജിബ്രീൽ തങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട്, ദുനിയാവിനെ വിശദീകരിച്ചു തരാൻ പറയുന്ന സന്ദർഭത്തെ ഇബ്നു ഹജർ തങ്ങൾ അൽ-ഉംദയിൽ കൊണ്ടുവരുന്നുണ്ട്. ഫഖാല യാ മുഹമ്മദ്, ഹബീബായ തങ്ങളോട് എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹലാലുഹാ ഹിസാബുൻ വഹറാമുഹാ ഇഖാബുൻ. ദുനിയാവ് എന്ന് പറയുന്നത് അതിൽ ഹലാലായത് നമുക്ക് ലഭിച്ചാൽ തന്നെ അതിന് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി ഉത്തരം പറയണം, ഹിസാബ് ഉണ്ടാകും. ഹലാലിൽ തന്നെ ഹിസാബുണ്ട്. വ ഹറാമുഹ ഇഖാബുൻ, അവകളിൽ ഹറാമായ കാര്യമാണെങ്കിലോ അതിന് ശിക്ഷയും ഉണ്ട്. ഹറാമാണെങ്കിൽ അതിന് ഇഖാബുണ്ട്, ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും.
ഹലാലാണെങ്കിൽ അവകൾക്ക് ഓരോന്നിനും ഹിസാബ് പറയണം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാ ഹലാലായ അനുഗ്രഹങ്ങളും എല്ലാത്തിനെയും നാളെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേട്ടപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഫഖ്താർ അൽ ഫഖ്റ വദ്ദാർ അൽ ആഖിറ. പൂർണ്ണമായും ഇവിടെ ജീവിതം എങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പവും ഹബീബായ തങ്ങളെ മനസ്സിലേക്ക് കയറിയില്ല. അവിടുന്ന് ഫഖറിനെ തെരഞ്ഞെടുത്തു ജീവിച്ചു. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിശപ്പൊക്കെ സഹിച്ചത് കിട്ടാത്തതുകൊണ്ടല്ല. അതിനൊന്നും കൂടി കൂട്ടി ഉറപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തജ്രീദുൽ ഖൽബി ലില്ലാഹ് വൽഇറാദു അമ്മാ സിവാ. അല്ലാഹ്ക്ക് വേണ്ടി മാത്രം കൽബ് കൊടുക്കണം. അങ്ങനെ കൽബ് കൊടുത്താൽ അൻ ലാ തറാ മാ സിവല്ലാഹി തആല. ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നീ വേറെ ഒന്നും കാണൂല, അല്ലാഹനെ മാത്രമേ കാണൂ. അതാണ് ചില മഹാന്മാർ പറയുന്നത്, മാഫി ജൈബി ഇല്ലല്ലാഹ്, എൻ്റെ പോക്കറ്റിൽ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അനല്ലാഹ് എന്ന് പറഞ്ഞ എത്രയോ മഹാന്മാരുണ്ട്. ഞാൻ അല്ലാഹയാണ്, അതായത് ഞാൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ഇവിടെ ഉണ്ട് ഉള്ളവൻ എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഉണ്ട് ഇല്ല എന്നൊക്കെ ഒരാളെ കുറിച്ച് പറയാൻ തന്നെ പറ്റുമെങ്കിൽ അത് അല്ലാഹ് മാത്രമേ ഉള്ളൂ. ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മത്ലൂബ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് മഹാന്മാർ പാടിയത്. അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. അല്ലാഹ്, എത്രയെത്ര വരികളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ടച്ച് ചെയ്യുന്ന ദിക്റുകൾ. പൂർണ്ണമായും എല്ലാം സമ്പാദിക്കാമായിരുന്നു, ജനങ്ങൾ കൊണ്ടുകൊടുക്കാൻ തയ്യാറാണ്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്തും തരാൻ തയ്യാറായ ഒരു സമൂഹം. അവരെ ഏത് വിധേനയും ചൂഷണം ചെയ്യാം. ഹബീബായ തങ്ങൾ തിരഞ്ഞെടുത്തില്ല. പൂർണ്ണമായും കൽബ് ദുനിയാവിനെ തൊട്ട് തിരിച്ച് പൂർണ്ണമായ സുഹദ് കാമിലായ രൂപത്തിൽ ഈ ദുനിയാവിൽ അവിടുന്ന് ജീവിച്ചു തീർത്തു. വലിയ മാതൃക സ്വഹാബത്തിനും ലോകത്തിനും കാണിച്ചു കൊടുത്തു. ഇസ്ഹദ് ഫി ദുനിയ. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിൽ നീ ഒരു സാഹിദാകണം, പരിത്യാഗിയാകണം. അങ്ങനെ ചെയ്താൽ യുഹിബ്ബുകല്ലാഹ്, അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടമുണ്ടാകും. വസ്ഹദ് ഫീമാ ഐദിൻ നാസ്, ജനങ്ങളെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കരുതേ, അതിനെ തൊട്ട് നീ പ്രപഞ്ച പരിത്യാഗിയായി മാറണേ. അങ്ങനെ നീ ചെയ്താൽ ജനങ്ങളെ കീശയിൽ എത്രയുണ്ട് അതെങ്ങനെ എൻ്റെ പോക്കറ്റിലേക്ക് ആക്കാം എന്നു നീ കരുതരുതേ. അങ്ങനെ നീ കരുതാത്ത കാലത്തോളം യുഹിബ്ബുകന്നാസ്, നിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും ജനങ്ങൾക്ക്, നിന്നെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ളവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബായ തങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഈ വലിയ സുഹദ് കാഴ്ചവെച്ചത് എന്നും, എല്ലാം ഉണ്ടാകുമായിരുന്നിട്ടും ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതം പൂർണ്ണമായും റബ്ബിലേക്ക് തിരിച്ചു. ആ തിരിയൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന, നളറ ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.